ഹായ് എവറി വൺ, വെരി ഗുഡ് മോർണിംഗ്. കുറേ നാൾക്ക് ശേഷമാണ് ഈ വോയിസ് ഓവർ പോലെയൊക്കെ ചെയ്യുന്നത്. ഇന്ന് ഫുൾ മൂൺ ഇൻ ലീബ്രയാണ്. ലീബ്ര എന്ന് പറയുന്നത് നമ്മുടെ ബാലൻസ് ഉദ്ദേശിക്കുന്നതാണ്. നമുക്ക് ജസ്റ്റിസ് കിട്ടാനും എന്തെങ്കിലും ലോ റിലേറ്റഡ് ആയിട്ടൊക്കെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അതിൽ നീതി കിട്ടാൻ വളരെ ചാൻസസ് ഉണ്ട്. ആൻഡ് സാറ്റേൺ കൂടെ പറയാം. അപ്പോൾ കർമ്മ ഏത് ഭാഗത്താണ് നിങ്ങളുടെ കർമ്മ മോശമാകുന്നത് മനസ്സിലാക്കി ഹീൽ ചെയ്യുക, ഫോർഗിവ്നെസ് കൊടുക്കുക. ആരൊക്കെയാണ് നമ്മൾ വേദനിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. കാരണം തിരിച്ചത് കിട്ടേണ്ട ടൈമാണ്, കിട്ടിക്കൊണ്ടിരിക്കും. ഇനി ആരും വേദനിപ്പിക്കാതിരിക്കുക, വാക്ക് കൊണ്ടോ നോട്ടം കൊണ്ടോ. ഓക്കെ, ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആരും പെർഫെക്റ്റ് ഒന്നുമല്ല, പക്ഷെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക. മനസ്സാൽ അവർക്ക് ഫോർഗിവ്നെസ് കൊടുത്തുകൊണ്ടിരിക്കുക. നേരിട്ട് പോയി സംസാരിച്ച് പറയണമെന്നൊന്നുമില്ല, നമുക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇന്ന് ചെയ്യാൻ പറ്റുന്ന ക്ലെൻസിങ്, നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക, വീട് വൃത്തിയാക്കി വയ്ക്കുക. അതുപോലെ ഇത് ഫുൾ മൂൺ ആണ്, നിങ്ങൾക്ക് ഫുൾ മൂൺ വാട്ടർ എടുത്ത് വയ്ക്കാം, ക്ലെൻസ് ചെയ്യാം. ക്രിസ്റ്റൽസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചാർജൊക്കെ ചെയ്യാം നിങ്ങൾക്ക്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ റൂമും നിങ്ങളെയും ചാർജ് ചെയ്യാൻ പറ്റും. വാഷ്റൂമും കിച്ചണിലൊക്കെ കൂടുതലായിട്ട് ഇത് കൊണ്ട് തെളിക്കാം. നന്നായിട്ട് നല്ല സ്മോക്കി നേച്ചർ, ലൈക്ക് നല്ലൊരു അഗർബത്തീസോ അല്ലെങ്കിൽ ഇൻസെൻസ് സ്റ്റിക്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കത്തിച്ച് വെച്ച് എനർജീസ് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എയർ സൈനാണ് ഇന്ന് ലീബ്ര എന്ന് പറയുന്നത്. അതുപോലെ ഓവറായിട്ട് ചിന്തകൾ ഒക്കെ വരാൻ ചാൻസസ് കൂടുതലാണ്. നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ ക്യാൻസൽ എന്ന് പറഞ്ഞാൽ തോട്ട്സിനെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആൻഡ് ഇന്ന് പറ്റുവാണെങ്കിൽ കുറച്ച് നേരം ഒരു സോഷ്യൽ നിന്നൊക്കെ വിട്ടു നിന്ന് നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. മെഡിറ്റേഷൻ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ കുറച്ച് നേരം നല്ല മ്യൂസിക്സോ വല്ല 432 ഹേർട്സോ അല്ലെങ്കിൽ 11 ഹേർട്സ് ഒക്കെ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും. ബൈന്യൂറൽസ് ഉണ്ടെങ്കിൽ അത് 7 ചക്ര മെഡിറ്റേഷൻസ് ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത നിങ്ങളുടെ ലൈഫിലുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ നമുക്ക് മാറ്റണം, ഈ ഒരു കാര്യം മാറ്റണമെന്നുണ്ടെങ്കിൽ അത് പോയിൻ്റ് ഔട്ട് ചെയ്ത് അതിന് വർക്ക് ചെയ്യാൻ തുടങ്ങുക. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അതിനൊന്ന് ഓർത്തെടുത്ത് താങ്ക്സ് പറയുക. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് കൂടുതലായിട്ട് നിങ്ങൾക്ക് പറയാം. ഇന്ന് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് എന്നും ഫോളോ ചെയ്യും. ഇന്ന് പ്രത്യേകമാണ്. പിന്നെ ഈ വീനസിലാണ് ഈ ഒരു ലീബ്രയുടെ ഒക്കെ പൊസിഷൻസൊക്കെ പോകുന്നത്. അപ്പോൾ വീനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് പ്ലാനറ്റാണ്. അപ്പോൾ നമുക്ക് റിലേഷൻഷിപ്പിലും അതിൻ്റേതായിട്ടുള്ള ഹാർഷ് അല്ലെങ്കിൽ നല്ല റിയാലിറ്റീസും ട്രൂത്തും എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു എസൻസ് അത് നിങ്ങൾക്ക് തിരിച്ചറിയാനും, ഇനിയിപ്പോൾ ആരെയും നിങ്ങൾ ചീറ്റ് ചെയ്യുന്ന ഒരു പാർട്ണറാണെങ്കിൽ നമുക്കത് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാവാനുമുള്ള ചാൻസസ് വളരെയധികമാണ് പറയുന്നത്. ലീബ്ര എന്ന് പറഞ്ഞാൽ ശരിക്കും ത്രാസ് പിടിച്ചിരിക്കുക. ത്രാസ് എന്ന് പറയുന്നത് ബാലൻസാണ്. എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം. അൺഈക്വലായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്നൊരു എനർജിയാണ്. കാരണം നമ്മൾ ഈ ഭൂമിയിൽ വന്നത് തന്നെ നമ്മുടെ കർമ്മ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടാണ്. നമുക്ക് എക്സ്പീരിയൻസസ്, ബ്ലെസ്സൻസും പെയിൻ നമ്മളെ ഗ്രോത്തിനും ആൻഡ് കർമ്മ അക്കൗണ്ട്, നമ്മുടെ സോൾ കോൺട്രാക്ട്സ് ഒക്കെ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ ശരിക്കും ഒരു വിസിറ്റേഴ്സാണ്. നമ്മൾക്ക് ആരൊക്കെയായിട്ടുള്ള സോൾ കോൺട്രാക്റ്റ് നല്ലതും മോശമായുള്ള കണക്കുകൾ തീർത്ത് പോവുകയാണ് ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കാത്തവരാണ് കൂടുതലും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്ത്. മനസ്സിലാക്കുന്നവർ ആ ട്രിഗേഴ്സിനെ നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്ത് ഹീൽ ചെയ്യാൻ ശ്രമിക്കും. ഇനിയിപ്പോൾ ട്വിൻ ഫ്ലെയിം ജോണിലൂടെ പോകുന്നവരാണെങ്കിലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചേസ് ചെയ്ത് പോകാതിരിക്കും. ചേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫോട്ടോ നോക്കുക അല്ലെങ്കിൽ എനർജി കൊടുത്തുകൊണ്ടിരിക്കുക. തോട്ട്സ് വരും, അപ്പോൾ ക്യാൻസൽ എന്നോ അല്ലെങ്കിൽ താങ്ക് യു സോ മച്ച് അല്ലെങ്കിൽ നല്ല ലവിങ് എനർജി സെൻഡ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ ഓവറായിട്ട് അവരെക്കുറിച്ച് അന്വേഷിക്കാൻ പോവുക അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യുക, ഇതൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതും ഒരു ചേസിങ് എനർജിയാണ്. പിന്നെ ഈ ഒരു ജേർണിയിലാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഓക്കെ ഫൈൻ, ഇതിനൊരു ഇതുണ്ടായിരിക്കും, യൂണിയൻ ഉണ്ടായിരിക്കും. ഇല്ലയെന്നാണ് നിങ്ങൾ സോൾ കോൺട്രാക്റ്റിങ്ങിൽ ഓക്കെ, അതും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ആക്സെപ്റ്റൻസ് മോഡിലേക്ക് വരണം. ഇതിൽ ചില ക്ലയൻസൊക്കെ വരും, ചേച്ചി ഞാൻ ഒരുപാട് ഹീൽഡാണ്, ഓക്കെ, പക്ഷേ എനിക്ക് ഇപ്പോഴും പേടി, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല, ഭയങ്കര പാനിക് അറ്റാക്സ് ആണ് അല്ലെങ്കിൽ ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ എവിടെയാണ് ഹീൽ ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റൂട്ട് ചക്രയാണ് ഫൗണ്ടേഷൻസ്. അത് ഹീലായി കഴിഞ്ഞാലാണ് നിങ്ങൾ കുറച്ചൊന്ന് ഹീലായി എന്ന് പറയുന്നത്. അത് ഹീലാവാതെ നിങ്ങൾ എവിടെയാണ് ഒരുപാട് ഹീലായിട്ടുള്ളത്? ആദ്യം ബേസ് ചക്രയിൽ നിന്നാണ് പോകുന്നത്. ഓരോ ചക്രയിൽ നിന്ന് ഹീൽ ചെയ്ത് പോകുമ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ചേഞ്ചസ് വരുന്നത്. നിങ്ങളുടെ ത്രോട്ട് ചക്രയിൽ വർക്ക് ചെയ്യുക, വൂംബ് ഹീലിംഗ് ചെയ്യുക. സാക്രലിലാണ് നമ്മൾക്ക് കണക്ഷൻസ് ഓരോരുത്തരുമായിട്ടുള്ളത്. അത് പാസ്റ്റ് ലൈഫിൻ്റെ റെസിഡ്യൂസും കൊടുക്കുന്നുണ്ടായിരിക്കും. അത് ചിലപ്പോൾ ചിലവർക്ക് ഈ ലൈഫ് ടൈമിൽ ഭയങ്കര ബാധിക്കാറുണ്ട്. അപ്പോൾ കോഡ് കട്ടൊക്കെ ചെയ്ത് കൊടുക്കാറ്, അപ്പോൾ അത് കംപ്ലീറ്റ്ലി റിലീസ് ചെയ്ത് പോകാറുണ്ട്. നന്നായിട്ട്
നന്നായിട്ട് വെള്ളം കുടിക്കുമ്പോൾ എപ്പോഴും വെള്ളത്തിന് വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു എന്താ പറയുക എനർജി ഉണ്ട്. വെള്ളം കുടിക്കുമ്പോൾ ഞാൻ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ആഗ്രഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ല ഇൻറ്റൻഷൻസ് വെച്ചിട്ട് കോഫിയോ ടീയോ എന്ത് നിങ്ങൾ കുടിക്കുമ്പോഴും ആ ഒരു സിപ്പ് എടുക്കുമ്പോഴും ആ സിപ്പ് എടുക്കുമ്പോൾ ജസ്റ്റ് സബ് കോൺഷ്യസ്ലി ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ അത് കഴിക്കുമ്പോൾ വളരെയധികം നിങ്ങൾക്ക് ചേഞ്ചസും എനർജി മാറും. നിങ്ങളുടെ ഹെൽത്തൊക്കെ വളരെയധികം ബ്ലെസ്സിങ്ങിലൂടെ പോകുന്നവരാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരും. ഓക്കെ, പിന്നെ നന്നായിട്ട് മെഡിറ്റേഷൻസ് ചെയ്യുക. ഒന്ന് ചെരുപ്പിടാതെ നടക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ഗ്രൗണ്ടിങ് ചെയ്യുക. എപ്പോൾ എനർജി ഹൈ ആയാലും അപ്പോൾ നിങ്ങളൊന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുക. നല്ല രീതിയിൽ ക്ലെൻസിങ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഡാൻസോ യോഗയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ കംപ്ലീറ്റ്ലി നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ബ്യൂട്ടി ഇൻക്രീസ് ചെയ്യുക. ഔട്ടർ ബ്യൂട്ടിയെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഇന്നർ ബ്യൂട്ടി, ഉള്ളിലത്തെ ആ ഒരു ഈഗോ സെൽഫ് ഉണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മൾ വളർത്തില്ല, തളർത്തുള്ളൂ എന്ന് മനസ്സിലാക്കി അതിനെ പുറത്തേക്ക് കളയുക. ആൻഡ് ഈക്വലായിട്ട് എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യാൻ പഠിക്കുക. നല്ല മെഡിറ്റേഷൻസ് ചെയ്യാം. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് മെയിൻ കർമ്മ ആണെങ്കിൽ കർമ്മ ക്ലെൻസിങ് മെഡിറ്റേഷൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഹീലിങ്സ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല ഗൈഡൻസസ് നിങ്ങൾ എടുത്ത് നോക്കുക. എന്താണ് ഇതിൻ്റെ ഇനി ഫ്യൂച്ചർ ഗൈഡൻസസ്. നിങ്ങൾക്ക് ക്രിസ്റ്റൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിട്ട് നല്ല മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യാം. എന്താ പറയുക, നല്ല രീതിയിൽ നല്ല ഫുഡ് കഴിക്കുക. കുറച്ചോ വെജീസോ വെള്ളമോ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ കഴിക്കുക. മീറ്റ് പറ്റുവാണെങ്കിൽ കുറയ്ക്കുക. ഇങ്ങനത്തെ എനർജിയുടെ ദിവസങ്ങൾ മീറ്റ് കഴിക്കുമ്പോൾ എനർജി കുറച്ചധികം കൂടുതൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യും. വയറിനൊക്കെ ബുദ്ധിമുട്ട്, സോളാർ പ്ലെക്സ് ചക്രയിലൊക്കെയാണ് കുറച്ചധികം ബുദ്ധിമുട്ട് വരും. എനിക്ക് തോന്നുന്നു ഈ ഫുൾ മൂണ് സോളാർ പ്ലെക്സസ്, സാക്രൽ, റൂട്ട് ചക്ര, ക്രൗൺ ചക്രയിലൊക്കെ നല്ല രീതിയിൽ എഫക്റ്റ് വരുന്നുണ്ട്. കാരണം അവേക്കണിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് അവേക്കണിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഇപ്പോൾ കുറേ ന്യൂസിലൊക്കെ കാണും ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ റിയൽ ട്രൂത്ത് പുറത്തേക്ക് വരുന്നത്. അതിൻ്റെ അർത്ഥം ഡിവൈൻ മാസ്കുലിൻസിൻ്റെ അവേക്കണിങ് നടക്കുന്നതിൻ്റെ ഒരു സൂചകമായിട്ടാണ്. ഡിവൈൻ മാസ്കുലിൻസ് അവേക്കണിങ് നടക്കുമ്പോൾ ഈ ഒരു പ്രകൃതിയിൽ തന്നെ അതിൻ്റെ മാറ്റങ്ങൾ കാണാം. എർത്ത് വരാം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രകൃതി റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ എനർജി ആ ഒരു എനർജി ചേഞ്ചാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്ത് തരുന്നത്. ഇങ്ങനെ ഒരുപാട് ഭാഗത്ത് മാറ്റങ്ങൾ നിങ്ങളൊന്ന് വീക്ഷിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ആൻസേഴ്സ് കിട്ടും. നിങ്ങൾക്ക് വിവിഡ് ഡ്രീംസ് കാണാം. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണാം. തേർഡ് പാർട്ടീസ് മെല്ലെ മാറുന്നതായിട്ട് കാണാം. സോൾമേറ്റിലേക്ക് ചേഞ്ച് ആവുന്നത് കാണാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ചേഞ്ചസ് വരുന്നത്. സോ കംപ്ലീറ്റ്ലി ഫുൾ മൂൺ പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് റിസീവ് ചെയ്യാനുള്ള മോഡിലേക്ക് ഇരുന്നാൽ മാത്രമേ അത് നിങ്ങൾക്ക് റിസീവ് ആവുള്ളൂ, അല്ലാതെ വന്ന് നിന്നിട്ട് കാര്യമില്ല. മനസ്സിലായി? അപ്പോൾ നിങ്ങളും ആ റിസീവിങ് മോഡിലേക്ക് വരെ ജസ്റ്റ് എന്താ പറയുക, എന്നും ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങളോട് നന്ദി പറയുക. ഓക്കെ, ഒരുപാട് പെയിൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പെയിൻ നിങ്ങൾ ഒരുപാട് അല്ലെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല മാറ്റമായിരിക്കും നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും. അതിനോടൊക്കെ നന്ദി പറഞ്ഞൊന്ന് ഇന്ന് ലൈഫിൽ കിട്ടിയിട്ടുള്ള ഓരോരോ ബ്ലെസ്സിങ്സ് ഓർത്തെടുത്ത് എഴുതുക. 10 പോയിൻറ്റ്സെങ്കിലും എഴുതുക. ആൻഡ് നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടായിട്ടുള്ള മോശം അനുഭവങ്ങൾ എഴുതിയെടുത്തിട്ട് അതിനെ മാറ്റാൻ എന്തൊക്കെ എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ സാധിക്കുക. ഔട്ട്സൈഡ് ഹെൽപ്പ് വേണമെങ്കിൽ ഔട്ട്സൈഡ് ഹെൽപ്പ് നിങ്ങൾ സീക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് തന്നെ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ തന്നെ അത് കണ്ടുപിടിച്ച് ഡീകോഡ് ചെയ്ത് ഓരോ ഡ്രീംസും ഡീകോഡൊക്കെ ചെയ്ത് നിങ്ങൾ തന്നെ നിങ്ങളിൽ വർക്ക് ചെയ്യുക. എപ്പോഴും പുറത്തേക്ക് ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. നല്ല സർക്കിൾസ് ബിൽഡ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള സർക്കിൾസിൻ്റെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത ഒരു എനർജി എടുക്കാതിരിക്കുക. എപ്പോഴും ഓറ പ്രൊട്ടക്റ്റൊക്കെ ചെയ്ത് പുറത്തേക്ക് പോവുക. മാക്സിമം ശരിക്കും ഫുഡും പുറത്തുനിന്ന് അങ്ങനെ കഴിക്കരുത് എന്നാണ് പറയുക. കാരണം ഫുഡിൽ ഉണ്ടാക്കുന്ന എനർജി നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അവരുടെ എനർജി നമ്മളിലേക്ക് വരുമെന്ന് പറയും. ഫുഡ് കഴിക്കുന്ന സിറ്റുവേഷൻസ് വരുമ്പോൾ ഫുഡിനോട് പ്രാർത്ഥിച്ച് നല്ല എനർജി ആവട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ കഴിക്കുക. അല്ലെങ്കിൽ ആരാണോ എന്ത് ഇമോഷനും കൂടിയാണോ അവരെ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് വരും. ചില ഫുഡ്സ് കഴിക്കുമ്പോൾ പെട്ടെന്ന് ചിലർക്ക് വയറിന് പിടിക്കാത്ത വരും. കാരണം ഉണ്ടാക്കുന്ന ആളുകളുടെ മൈൻഡ് വളരെ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ അത് പാസ് ചെയ്ത് വരുന്നതാണ്. എനർജി അത്രയും റിയലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫുൾ മൂൺ ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. ആൻഡ് ഈവനിങ് ഫുൾ മൂൺ കാണാൻ പറ്റുവാണെങ്കിൽ അപ്പോൾ ഒരു വിഷ് നിങ്ങൾ ആഗ്രഹിക്കുക, താങ്ക് യു പറയുക. കാൻഡിൽ മാനിഫെസ്റ്റേഷൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക. ഇനി കാൻഡിൽ ഇല്ലാത്തവരാണെങ്കിൽ പോലും നന്നായിട്ട് ഫുൾ മൂൺ നോക്കി പ്രാർത്ഥിച്ച് നിങ്ങൾ വിഷ് പറയുക. അത് വിഷ് പറയണത് എനിക്ക് കിട്ടിക്കഴിഞ്ഞ രീതിയിൽ ഓൾറെഡി ഗിവൺ എന്ന രീതിയിലാണ്. യൂണിവേഴ്സ് എനിക്ക് ഈ കാര്യം ലഭിച്ചതിന് ഒരുപാട് നന്ദി എന്നാണ് പറയേണ്ടത്. അല്ല യൂണിവേഴ്സ് എനിക്കിത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇല്ലാത്ത എന്തോ ആണെന്ന് ആ യൂണിവേഴ്സ് നോക്കുക. യൂണിവേഴ്സ് നോക്കുക, നിങ്ങൾ ഫ്രീക്വൻസിയെ നോക്കുക. അവിടെ ഇതില്ല, അപ്പോൾ കൂടുതൽ ഇല്ലായ്മ കൊടുക്കാൻ എന്നാണ് ചിന്തിക്കുക. നമ്മൾ തിരിച്ചാൽ പറയുക, എനിക്ക് കിട്ടിക്കഴിഞ്ഞതിന് എനിക്കത് ഉണ്ടെന്ന് അവനുണ്ടല്ലോ, അപ്പോൾ കൂടുതൽ അവിടെ ഉള്ളത് കൂടുതൽ കൊടുക്കാമെന്നാണ് ചിന്തിക്കുക. അങ്ങനെയാണ് എനർജി വർക്ക് ചെയ്യുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ
ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഹീലൊക്കെ ചെയ്ത് പേഴ്സണൽ റീഡിങ്സൊക്കെ എന്തെങ്കിലും ഗൈഡൻസസ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എനർജിയിൽ ഇരിക്കാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ നല്ല മ്യൂസിക്കൊക്കെ കേട്ട് കുറച്ച് നേരം ഒന്നും മിണ്ടാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് ഉള്ളിൽ നിന്നുള്ള ഉത്തരങ്ങൾ ഇങ്ങനെ വരും. അതൊക്കെ നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ഓക്കെ, നിങ്ങൾ നിങ്ങളോട് ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ഒരുപാട് ആൻസേഴ്സ് സോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്യൂ, ഇതൊക്കെയാണ് ഇതിൻ്റെ ലൈഫ് വേണ്ടി വരാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്ത് തെറ്റായി പോയിട്ട് കുഴപ്പമില്ല, അതൊരു ലെസൺസ് ആയിരുന്നു, ഒരുപാട് ആൻസർ കിട്ടും. നിങ്ങൾ നിങ്ങളെ കൂടെ ഇരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഇത്. ഓക്കെ, അപ്പോൾ നിങ്ങളിതൊക്കെ പ്രാക്ടീസ് ചെയ്യാം. ഇനി എന്തെങ്കിലും ഗൈഡൻസസോ പേഴ്സണൽ റീഡിങ്സോ ആകാശ റെക്കോർഡ്സൊക്കെ റീഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം. അത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും നമ്മൾ 17th ക്ലാസ് വയ്ക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ആകാശ റെക്കോർഡ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതാണ്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ആൻഡ് ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം. ആൻഡ് ഡിസ്റ്റൻ്റ് ആയിട്ട് ഹീലിംഗ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് വളരെ ബ്രോക്കൺ ഒക്കെ ആയിട്ട് എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും ഡിസ്റ്റൻ്റ് ആയിട്ട് ഹീൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ഈവൻ നിങ്ങൾ പെറ്റ്സിനാണെങ്കിൽ പോലും കേട്ടോ. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിസ്റ്റൽസോ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൻ്റെ അനുസരിച്ചുള്ള ക്രിസ്റ്റൽസും ബ്രേസ്ലെറ്റ്സും ചെയിൻസും എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, ഇനി അത് ക്രിസ്റ്റൽസ് ഇല്ല, കോയിൻസ് ആയിട്ടാണെങ്കിൽ ടംബിൾ കോയിൻസൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെയാണ് എൻ്റെ സോൾ പർപ്പസായി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ലൊരു ഫുൾ മൂൺ ഡേ ആവട്ടെ എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ബ്ലെസ്ഡ് ആയിട്ടിരിക്കുക. നിങ്ങളും നല്ല എനർജി പുറത്തേക്ക് സെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ബി എ ക്യാൻഡിൽ. ഓക്കെ, വെളിച്ചം മറ്റുള്ളവർക്ക് നിങ്ങളിലൂടെ വെളിച്ചം കൂടുതൽ സ്പ്രെഡ് ആവട്ടെ, ഈ എർത്തിൻ്റെ വൈബ്രേഷൻസ് അതിലൂടെ മാറട്ടെ എന്ന് ഞാൻ മനസ്സാകെ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.